ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നറൂട്ടോ SD എപ്പിസോഡ് 3 പാർട്ട് 1 ആണ് നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു വോയിസ് കേൾക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡ് ലീയുടെ ടീംമേറ്റ്സിനെ കുറിച്ചാണ്. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ലീയാണ് കാണിക്കുന്നത്. ലീ ആണെങ്കിൽ മറ്റ് വില്ലേജിലെ നിഞ്ചയുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ലീ ആ ഒരു നിഞ്ചകളൊക്കെ അടിച്ചിട്ട് പുറകിലോട്ട് നോക്കുമ്പോഴതാ ഇവരുടെയൊക്കെ ബോസ് പുറകിലായി നിൽക്കുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു ബോസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ വീഴുകയും ചെയ്യും. എന്നാൽ ആ ഒരു ബോസിനെ പുറകിൽ നിന്നും അടിച്ചിട്ടത് നമ്മുടെ നെജിയാണ്. അങ്ങനെ തന്റെ ബോസ് വീണത് കണ്ട് ബാക്കിയുള്ള നിഞ്ചകളും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മുടെ ലീയും നെജിയും ആണെങ്കിൽ നടന്നു പോവുകയാണ്. ഈ സമയം വില്ലേജിലെ ആൾക്കാരാണെങ്കിൽ നെജിയെ ഇങ്ങനെ പുകഴ്ത്താൻ വേണ്ടി തുടങ്ങും. അതായത് വില്ലേജിലുള്ള ആൾക്കാരാണെങ്കിൽ നെജിയെ നോക്ക്, നെജി ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ഹാൻസം ആണെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പുകഴ്ത്താൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അതിനുശേഷം ഒരു വോയിസ് കേൾക്കുന്നു. ഇവനാണ് നെജി ഹ്യൂഗ. ഇവൻ ലീയുടെ ടീമേറ്റിലുള്ള ഒരാളാണ്, അത്രയധികം കഴിവുള്ള ഒരു നിഞ്ചയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഇവരിങ്ങനെ നടന്നു പോകുമ്പോഴാണ് ലീ നമ്മുടെ ടെൻഡനെ കാണുന്നത്. ടെൻഡൻ ഇവിടെ എന്തോ ഒരു സംഭവം അന്വേഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലീ ടെൻഡന്റെ അടുത്ത് വന്ന് നീ എന്താണ് തപ്പുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ടെൻഡൻ പറയും എന്റെ ഒരു ഫോട്ടോ ഇവിടെ മിസ്സായി. അപ്പോൾ തന്നെ നമ്മുടെ ലീ പറയും ടെൻഡൻ നീ പേടിക്കണ്ട, ഈ ഒരു ഫോട്ടോ ഞാൻ തന്നെ നിനക്ക് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞ് ഓരോ മരത്തിന്റെ മുകളിൽ കയറി അത് നോക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ടെൻഡന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ എന്തുകൊണ്ട് നെജിയോട് ചോദിച്ചൂടാ, നെജിക്ക് ബ്യാക്കുകാനല്ലേ, അവനെ കൊണ്ട് ഈസി ആയിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ. ഇത് കേട്ട് ലീ ആണെങ്കിൽ പിന്നെയും നെജിയോ, കാരണം കുറച്ച് മുൻപ് തൊട്ടേ നെജിയെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് നമ്മുടെ ലീക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു വോയിസ് ഓവർ കേൾക്കുന്നു. പലർക്കും ഈ ബ്യാക്കുകൻ എന്താണെന്ന് മറന്നു പോയിട്ടുണ്ടാകും. ബ്യാക്കുകൻ നെജിയുടെ ഒരു സ്പെഷ്യൽ കണ്ണാണ്. അവന്റെ ആ ഒരു കണ്ണുകൊണ്ട് ദൂരെയുള്ള എന്തിനേയും കൃത്യമായിട്ട് കാണാൻ കഴിയും. 360 ഡിഗ്രിയിലുള്ള എന്തിനേയും കാണാൻ കഴിയും. ഒരു വിഷയത്തിൽ നിന്നും എന്തെങ്കിലും ഒളിച്ചു വച്ചാൽ തന്നെ അതിന്റെ അകത്തുകൂടി നമ്മുടെ നെജിക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ലീ ആണെങ്കിൽ ടെൻഡനോട് പറയും ഇത് ഞാൻ തന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരാം, കൂടാതെ എനിക്കും ഈ ഒരു ബ്യാക്കുകൻ യൂസ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ ലീ പറയുന്നു. അപ്പോൾ ഇത് കേട്ട് ടെൻഡൻ എന്ത്? അപ്പോൾ ലീ പറയും ഞാൻ എന്റെ ബ്യാക്കുകൻ പുറത്തു കൊണ്ടുവരാനുള്ള സമയമായി എന്നും പറഞ്ഞ് നമ്മുടെ ലീ ആണെങ്കിൽ ലീയുടെ കണ്ണിന്റെ താഴെ ഒരു ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് ബ്യാക്കുകൻ പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ഡാ കണ്ണിന്റെ താഴെ ടാപ്പ് ഒട്ടിച്ചാൽ അത് ബ്യാക്കുകൻ ഒന്നും ആകില്ല. അങ്ങനെ ഇതേ സമയമായിരിക്കും നമ്മുടെ നറൂട്ടോയും സാകുറയും ഇവിടെ കടന്നു വരുന്നത്. അങ്ങനെ നമ്മുടെ നറൂട്ടോ ലീയെ കണ്ടിട്ടാണെങ്കിൽ ആരടാ ഇവൻ, ആരാണ് പുതിയ നിഞ്ച നമ്മുടെ നാട്ടിലേക്ക് വന്നത്, ഇവൻ വല്ല റോക്ക് നിഞ്ച ആണോ എന്നൊക്കെ പറഞ്ഞ് നറൂട്ടോ ഇങ്ങനെ ഓരോന്നായിട്ട് പറയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ലീ നറൂട്ടോയുടെ അടുത്ത് പോയി എടാ ഞാൻ ലീ ആണെന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ടെൻഡൻ പിന്നെയും പറയുന്നത് ലീ നീ ഒന്ന് മനസ്സിലാക്കേ, ഇത് ബ്യാക്കുകാനല്ല, നിനക്ക് നിഞ്ചിറ്റ്സു യൂസ് ചെയ്യാനും അറിയില്ല, ബ്യാക്കുകാന്റെ കാര്യത്തിൽ നിന്നെക്കാൾ എത്രയോ മികച്ചവനാണ് നെജി. അങ്ങനെ ഇത് കേട്ടപ്പോൾ നമ്മുടെ ലീ ഒന്ന് സെഡ് ആകുന്നു. ലീ പറയും അതെനിക്കറിയാം ടെൻഡൻ, പക്ഷേ എന്റെ പരിശ്രമം ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, ഞാൻ എന്റെ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് മാസ്റ്റർ ചെയ്ത് നെജിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കും. അങ്ങനെ ഇത് പറയുമ്പോഴാണ് പെട്ടെന്ന് അവിടെ നെജി വരുന്നത്. നെജി വന്നയുടൻ തന്നെ എല്ലാവരും എന്താണ് ഇവിടെ കൂടി നിൽക്കുന്നത്, എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് ടെൻഡൻ തന്റെ ഫോട്ടോ മിസ്സായ കാര്യം നെജിയോട് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ലീ ആണെങ്കിൽ മനസ്സിൽ പറയും നെജി കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഞാൻ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ നെജി ആണെങ്കിൽ ഇന്നാ ഈ ഒരു ഫോട്ടോ ആണോ നീ ചോദിക്കുന്നത്, എനിക്കിത് വഴിയിൽ നിന്നും കിട്ടിയതാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ടെൻഡനും ഹാപ്പി ആകുന്നു. ലീ ആണെങ്കിൽ ഷോക്ക് ആകുന്നു. നെജി പറയും ഇത് നമ്മുടെ പഴയ ഗ്രൂപ്പ് ഫോട്ടോ അല്ലേ, അതുപോലെ തന്നെ എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ ഇവിടെ നിന്നും പോകുന്നു എന്ന് പറഞ്ഞ് നെജി അവിടെ പോകാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ നെജിയെ പറ്റി പറയും. കുട്ടിക്കാലത്തെ നെജി ആണെങ്കിൽ മറ്റുള്ളവരോട് മോശമായിട്ടാണ് സംസാരിക്കുന്നത്, മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞ് നമ്മുടെ ലീയെ വരെ കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നെജി ഇപ്പോഴെല്ലാം മാറി എല്ലാവരോടും നല്ല രീതിയിൽ ജെന്റിലായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കും ലീക്കും നല്ല ടീമേറ്റ് ആയിട്ടാണ് നമ്മുടെ നെജി ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ നമ്മുടെ ടെൻഡൻ അങ്ങ് പറയാൻ വേണ്ടി തുടങ്ങും. ഇത് കേട്ട് സാക്കുറ പറയും അതെ അതെ, കൂടാതെ നെജി ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിഞ്ചയാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ നെജി വളരെയധികം ശക്തനാകും, നെജി ശരിക്കും കൂളാണെന്ന് നമ്മുടെ സാക്കുറ പറയുന്നു. സാക്കുറ നെജിയെ പറ്റി കൂളാണെന്ന് പറഞ്ഞത് നമ്മുടെ ലീക്കും നറൂട്ടോക്കും അത്രയങ്ങ് പിടിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനേക്കാളും കൂളായി നടക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോയും ലീയും ആണെങ്കിൽ നെജിയെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മൾ നെജിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മരത്തിൽ കൊടുങ്ങിയ കുട്ടിയെ രക്ഷപ്പെടുത്തും. ഇത് നമ്മുടെ നറൂട്ടോയും ലീയും കാണുന്നു. ഹിഡൻ മിസ്റ്റിലെ വില്ലേജിലെ ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇതും നമ്മുടെ നറൂട്ടോയും ലീയും കാണുന്നു. സ്വന്തം ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുന്നു. ഇതും നമ്മുടെ നറൂട്ടോയും ലീയും കാണുന്നു. അത് കഴിഞ്ഞ് നെജി ഒന്നിനു പോകും. അതും നമ്മുടെ നറൂട്ടോയും ലീയും കാണുന്നു. അങ്ങനെ നമ്മുടെ നെജി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ അതൊക്കെ നമ്മുടെ നറൂട്ടോയും ലീയും വാച്ച്
ചാർജ് ചെയ്യുന്നു. അങ്ങനെ നറൂട്ടോയും ലീക്കും ഒരു കാര്യം മനസ്സിലാകുന്നു, അവൻ വളരെയധികം കൂളാണ്, നമുക്ക് എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് എന്ന് പറഞ്ഞ് രണ്ടുപേരും നിലത്തിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടെൻഡൻ ചോദിക്കും, ഗൈസ് നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ നമ്മുടെ ലീ പറയും, അതൊന്നുമില്ല, നെജി ബോക്സർ ഷഡ്ഡിയാണ് ഇടുന്നത്, എന്നാൽ ഞാൻ ഇപ്പോഴും വൈറ്റ് ഷഡ്ഡിയാണ് ഇടുന്നത്, എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ലീ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇത് കണ്ട് ടെൻഡൻ ആണെങ്കിൽ, നിങ്ങൾക്ക് ബോക്സർ വേണമെങ്കിൽ കടയിൽ പോയി പൈസ കൊടുത്ത് വാങ്ങണം, അല്ലാതെ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോഴാണ് നമ്മുടെ നറൂട്ടോ പറയുന്നത്, നമ്മൾ അവനെ ഫോളോ ചെയ്തതിൽ വളരെ കൂളായിട്ടുള്ള ഒരാളാണ് നെജി, ഒരു കോമഡി പോലും എവിടെയും പറയാതെ ജെന്റിലായിട്ടാണ് ഉള്ളത്. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ സാക്കുറ പറയുന്നത്, നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ നോക്കരുത്, നമ്മൾ നമ്മളായിട്ട് ഇരിക്കണം എന്ന് പറയുന്നു. മറ്റുള്ളവരെ പോലെ ആകാൻ നോക്കുന്നത് നമുക്കൊരിക്കലും സെറ്റ് ആകില്ല. എന്നാൽ ലീ ആണെങ്കിൽ തന്റെ കണ്ണിലൊക്കെ ഫയർ കൊണ്ടുവന്ന്, ഞാൻ തോൽക്കില്ല, എനിക്കിതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ, അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുക. അങ്ങനെ നമ്മുടെ ലീ ആണെങ്കിൽ നെജിയെ കണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ, ഫൈറ്റ് ചെയ്യാൻ വാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലീ നെജിയെ വെല്ലുവിളിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഇത് കണ്ട് നെജി ആണെങ്കിൽ, എടാ നിനക്ക് എന്ത് പറ്റി, നീ എന്നേക്കാൾ ശക്തനാണെന്ന് പറഞ്ഞ് നടക്കുന്നതില്ലേ, അതെനിക്ക് സമ്മതിച്ചു തരാൻ കഴിയില്ല, ഞാൻ നിന്നേക്കാൾ മുകളിലാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ നെജി ആണെങ്കിൽ, പോയി തരത്തിൽ പോയി കളിക്കടാ, പൊട്ടത്തരം പറയാതെ വേഗം വീട്ടിലേക്ക് ഓടിപ്പോയിക്കോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ലീ ആണെങ്കിൽ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി, തോറ്റുപോകുമെന്ന് പേടിച്ചിട്ടല്ലേ നീ ഇതുപോലുള്ള ഡയലോഗ് ഒക്കെ പറയുന്നത്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ നെജി ആണെങ്കിൽ, പേടിയോ എനിക്കോ, എന്നാൽ നമുക്ക് ഒരു കൈ നോക്കാം, നിനക്ക് നിഞ്ചിറ്റ്സു ഇല്ലാതെ എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ലീ പറയും, എനിക്ക് കഴിയും. അങ്ങനെ നെജി പറയും, ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഫൈറ്റ് നടത്താം, നീ സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നും പറയുന്നു. അതിനുശേഷം നമ്മുടെ നെജി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് നമ്മുടെ ടെൻഡൻ ലീയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, എടാ നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫൈറ്റ് നടന്നാൽ പിന്നീട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് അങ്ങ് പോകുമെന്ന് തോന്നുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ലീ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കില്ല, എങ്ങനെയെങ്കിലും ട്രെയിനിങ് ചെയ്ത് നെജിയെ തോൽപ്പിക്കണം, ഇനി ഒരാഴ്ച കഷ്ടപ്പെട്ട് ട്രെയിനിങ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ നറൂട്ടോ ഇവിടെ വന്ന്, ഈ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാം എന്നൊക്കെ നമ്മുടെ നറൂട്ടോ പറയും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ നെജി ആണെങ്കിൽ ഫൈറ്റിന് വേണ്ടി ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. നെജി മാത്രമല്ല, കൂടെ നമ്മുടെ ടെൻഡനും സാക്കുറയും ഉണ്ടാകും. നമ്മുടെ നെജി ആണെങ്കിൽ ലീയെ കാത്തിരിക്കുകയാണ്, കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നു, അവനെ കാണുന്നില്ല. ഈ സമയം നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ, ഇനി ലീ ശരിക്കും ശക്തനായോ, അവനെ നെജിയെ തോൽപ്പിക്കാൻ സാധിക്കോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ലീയുടെ ഒരു വോയിസ് കേൾക്കുന്നത്, ലേറ്റായി വന്നതിന് സോറി. അങ്ങനെ നമ്മുടെ ലീയെ കാണിക്കുന്നു. ഇവിടെ നമ്മുടെ ലീയെ നോക്കിയാൽ ബോഡി ബിൽഡറെ പോലെ മസിലൊക്കെ വന്ന് വേറെ തന്നെ ഒരാളായിട്ടാണ് ലീ വന്നിട്ടുള്ളത്. ടെൻഡൻ ആണെങ്കിൽ, ലീ നിനക്കിത് എന്ത് പറ്റി, നിന്നെ കാണാൻ തന്നെ വ്യത്യാസമായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ലീ പറയും, ഞാൻ നറൂട്ടോയുടെ കൂടെ ട്രെയിനിങ് ചെയ്തു, അതിന്റെ ഫലമായി കിട്ടിയതാണ് എനിക്കിത്, ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നില്ലേ ടെൻഡൻ? അപ്പോൾ ടെൻഡൻ പറയും, നല്ല മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് അതാ നമ്മുടെ നറൂട്ടോയും വരുന്നു. നറൂട്ടോയെ കണ്ട് നമ്മുടെ ടെൻഡനും സാക്കുറയും ഷോക്കാകുന്നു, കാരണം ലീയെ പോലെ നമ്മുടെ നറൂട്ടോയ്ക്കും മസിലൊക്കെ വന്ന് മൊത്തത്തിൽ മാറിപ്പോയിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ ലീ വാസസ് നെജി ഹ്യൂഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മുടെ നെജി ആണെങ്കിൽ ലീയെ കുത്താൻ വേണ്ടി നോക്കും, എന്നാൽ ലീ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നെജിക്ക് മനസ്സിലാകും ലീ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനെ നെജി ആണെങ്കിൽ ഓടിപ്പോയി മുകളിലേക്ക് ചാടി മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ലീയെ അടിക്കാൻ വേണ്ടി വരുന്നു. ഇത് കാണുന്ന ലീയും പെട്ടെന്നൊന്ന് പാനിക് ആകുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ലീയും നറൂട്ടോയും ട്രെയിനിങ് ചെയ്ത ചില സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഇരിക്കുന്നതും ബോഡിയിൽ എന്തോ ഒരു മിഷ്യൻ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നതും ബേസ്ബോൾ കളിക്കുന്നതും തുടങ്ങിയതൊക്കെ. അപ്പോൾ തന്നെ ഇതോർത്ത് നമ്മുടെ ലീ ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായ ആ ഒരു ബേസ്ബോൾ എടുത്ത് നെജിയെ ഒരൊറ്റ ഏറ്, അങ്ങനെ ആ ഒരു ബോൾ കൊണ്ട് നമ്മുടെ നെജി ആണെങ്കിൽ താഴേക്ക് ഉരുണ്ട് വീഴാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് മനസ്സിലാകുന്നത് അത് നെജിയല്ല, ഒറിജിനൽ നെജി മറ്റെവിടെയോ ആണ് ഉള്ളത്. അപ്പോൾ ഒറിജിനൽ നെജി എവിടെയെന്ന് തപ്പാൻ വേണ്ടി നോക്കുമ്പോഴതാ ലീയുടെ പുറകിലായി നെജി ഉണ്ടാകും. അങ്ങനെ ലീ പുറകിലോട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ നെജി ആണെങ്കിൽ നെജി നമ്മുടെ ലീയെ ആഞ്ഞു കുത്താൻ വേണ്ടി തുടങ്ങും. അങ്ങനെ കുത്തുമ്പോഴാണ് ബലൂണ് പൊട്ടുന്ന പോലെ കുറച്ച് ശബ്ദങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ ലീയുടെ അകത്തുണ്ടായ ബലൂണൊക്കെ പൊട്ടി ലീ പഴയതുപോലെ ഇവിടെ മാറുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ലീ പറയും, ഇതിനി എനിക്ക് ഉപയോഗിക്കാനുള്ള സമയമായി എന്നും പറഞ്ഞ് നമ്മുടെ ലീ ആണെങ്കിൽ നേരത്തെ പോലെ കണ്ണിൽ ടാപ്പൊക്കെ വെച്ച് ബാക്ക് ഗൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് കണ്ട് നെജിയും സർപ്രൈസ് ആകുന്നു. അപ്പോൾ നമ്മുടെ ടെൻഡൻ ആണെങ്കിൽ ലീയോട് പറയുന്നുണ്ട്, എടാ ടാപ്പ് വെച്ച് കണ്ണിൽ ഒട്ടിച്ചാൽ അത് ബാക്ക് ഗൺ ആകില്ല. എന്നാൽ നെജി ആണെങ്കിൽ ഈ ലീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും. എന്തുകൊണ്ടാണ് ലീ തന്റെ ഫേസ് എക്സ്പ്രഷൻ എല്ലാം പെട്ടെന്ന് മാറ്റിയത്, അവൻ എന്തോ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ നെജി ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ലീ പെട്ടെന്ന് ഓടി വന്ന് ലീ തന്റെ തല കൊണ്ട് നെജി അടിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അടുത്ത സീനിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ താഴെ കിടക്കുന്നുണ്ടാകും. ലീ ആണെങ്കിൽ തല കൊണ്ട് അടിച്ച് തല വേദനിച്ച് താഴെ കിടക്കുന്നു. നമ്മുടെ നെജി ആണെങ്കിൽ അടി കൊണ്ടും താഴെ കിടക്കുന്നു. അങ്ങനെ ഇവരുടെ ഈ ഒരു ഫൈറ്റും ഇവിടെ തീരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലീയാണ് കാണിക്കുന്നത്. ലീ പറയും,
എനിക്ക് എന്തൊക്കെ ട്രെയിനിങ് ചെയ്താലും നെജിയെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്കിത് അപമാനമാണ്. അപ്പോഴാണ് നമ്മുടെ നെജി ലീയുടെ അടുത്ത് വന്ന് പല വർഷമായി നീ എന്നെ ചാലഞ്ച് ചെയ്യുന്നു, നീ പലതവണ തോൽക്കുകയും ചെയ്തു, എന്നാൽ ഈ തവണ നീ നെവർ ഗിവ് അപ്പ് വെച്ച് ഒരുപാട് സ്ട്രോങ്ങർ ആയി, അതുകൊണ്ട് ഈ ഒരു മാച്ചിൽ നീ തോറ്റില്ല, ഈ ഒരു ഫൈറ്റ് ഡ്രോ ആവുകയാണ് ചെയ്തത്, അതിന് കാരണം നീ ഒരുപാട് ഇമ്പ്രൂവ് ആയതുകൊണ്ടാണ്. അങ്ങനെ നെജി ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ലീ വളരെയധികം ഹാപ്പി ആകും. അങ്ങനെ ഇവരിത് പറയുന്നതിനിടയിലാണ് നമ്മുടെ നറൂട്ടോ വന്ന്, ഓ അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങൾ ഒരു ദിവസം തോൽപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് 3 പേരും ജോളിയാകും. ഇത് കാണുന്ന സാക്കുറയും ടെൻഡനും ഹാപ്പി ആകുന്നുണ്ട്. അതോടുകൂടി എപ്പിസോഡ് 3ന്റെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുന്നു.